ലോഗിൻ പിന്ന് കൊടുത്തതിന് ശേഷം 6 തരത്തിലുള്ള പിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇടയില്ലേ സൈറ്റിലേക്ക് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുത്തത്. അപ്പൊ 6 തരത്തിലുള്ള പിന്ന് ലഭിച്ചതിന് ശേഷം നിങ്ങൾ ആ പിന്ന് കൊടുക്കുക. പിന്നെ ആരാണോ നിങ്ങൾക്ക് സിസ്റ്റം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ യൂസർ ഐ ഡി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ഒരാളുടെ ഈ ബിസിനസ് പറഞ്ഞിട്ടുണ്ടാവില്ല, അപ്പൊ ആ വ്യക്തിന്റെ ഇതിലേ വരുള്ളൂ. അപ്പൊ ആ വ്യക്തിയുടെ യൂസർ ഐ ഡി കൊടുത്ത് ടച്ച് ചെയ്തുകൊണ്ട് എന്താ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ആ വ്യക്തിയാണ് നിങ്ങളെ സ്പോൺസർ ചെയ്തത്. ആ വ്യക്തിയുടെ യൂസർ ഐ ഡി നമുക്ക് ആ വ്യക്തിയുടെ അടിച്ചു കൊടുത്തിട്ട് മുന്നോട്ട് കിടക്കും. മുന്നോട്ട് കടന്നതിന് ശേഷം ഓൾറെഡി PVC മെറ്റയും BNB ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ? കേട്ടില്ലേ? ക്ലിയർ അല്ലേ? സൈറ്റിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ അപ്പോൾ വീണ്ടും അറിയാം നമ്മളെ മുന്നോട്ട് സീഡ് ഫണ്ടിങ്ങിന്റെ സൈറ്റിലേക്ക് പോകുമ്പോൾ പിന്നൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സൈറ്റിൽ ഫസ്റ്റ് വാലറ്റിലുള്ള 1000 PVC മെറ്റയും അവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ PVC മെറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റേക്ക് ചെയ്യുന്നത് അല്ലേ? നേരത്തെ ചെയ്തില്ല. അപ്പൊ ആ സ്റ്റേക്കിന് അടിച്ചുകൊണ്ട് ആൾക്കാർ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആൾക്കാരുടെ ഇടയിൽ വല്ലാതൊരു പാനിക് കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആ ചെയ്ത് പ്രസാദ് സാറൊക്കെ പറഞ്ഞല്ലോ സാറേ, അതിനുശേഷം ചെയ്യാത്ത നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സീഡ് ഫണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാ മാസ്ക് വഴി അദ്ദേഹത്തിന് വരുന്ന വരുമാനം കാര്യങ്ങളൊക്കെ മെറ്റാ മാസ്കിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഫിസിക്കലി ഇപ്പം ഗൾഫിലവർക്കാണെങ്കിൽ കുറച്ച് റിസ്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ സീഡ് ഫണ്ടിങ്ങിൽ ഇപ്പം അപ്ഡേഷൻ അല്ല, ട്രസ്റ്റ് വാലറ്റിന്റെ അപ്ഡേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഫ്രഷ് ഒരു ട്രസ്റ്റ് വാലറ്റ് വഴി ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഒന്ന് എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോർ എടുക്കണം. ഒന്നുമില്ല സാർ, ഒന്നും രണ്ടും നമ്മളിപ്പോ ഒന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ സിസ്റ്റം പറഞ്ഞ മറ്റേ ബൈക്ക് മറ്റേ ഇതിന് മറ്റേ മറ്റുള്ള ഒരുപാട് സംഭവത്തിലെടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ പറഞ്ഞത് അത് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത് ഉത്തരവാദി മനീഷും ഷിംസോറും നമ്മൾ മാത്രമാണ്. ഇപ്പൊ നമ്മളിത് ചെയ്യാൻ പറഞ്ഞതോടെ സിസ്റ്റം പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് വാലറ്റ്, ഒന്ന് യൂസ് ചെയ്യുന്നതിന് നോ പ്രോബ്ലം. അപ്പൊ അതിനുള്ള ആ സംശയം ഇല്ല. ഇവിടെ പല ആൾക്കാരും മറ്റേ ബിറ്റ് ക്യാപ്പ് വഴി ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതിൽ അവർക്ക് തന്നെ ഈ മെറ്റാ മാസ്കും വേണോ? സാറേ നിങ്ങൾ നേരത്തെ ചോദിച്ച 2-3 കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ക്ലിയർ ചെയ്യണം. അറിയാം മനസ്സിലായില്ലേ? അവരൊരു ലോക്കലമായിട്ട് വെച്ചാൽ ഇവര് ഭാഗം ക്ലിയർ ആയിട്ട് ഏകദേശം നമുക്ക് ചെയ്യാം. ഫസ്റ്റ്